ഹലോ ഡിയേഴ്സ്, ആണോ ഇത് ഞാൻ നിങ്ങൾക്ക് എന്റെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചു തരാം. നമുക്ക് ഫ്രൂട്ട്സ് കാറ്റാം. വരൂ വരൂ. ഇത് എന്താണ് മരം എന്നറിയാമോ? ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം. ഇതിന്റെ അച്ഛനെ വെറുതെ കഴിക്കാം. നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ്. ഇത് കഴിക്കാൻ നിറയെ തത്ത വരും. നമുക്ക് ടെറസിൽ ഏടി പറിക്കാം. അടുത്ത വേറെ ഫ്രൂട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മച്ചാണ് ഫ്രണ്ട്സ്, നമുക്ക് ടെറസിൽ പോയി സ്റ്റാർ ഫ്രൂട്ട് പറിക്കാം. ഇതെന്താ ഫ്രണ്ട്സ്, സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം. ഇവിടെ നടയെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. തത്ത വന്ന് നടയെ കൊത്തിക്കൊണ്ടുപോയി. കണ്ടോ കുറച്ചിരിക്കണേ. ഇത് പറിച്ച് ഉപ്പിലിടാം. ഇത് നമുക്ക് പറിച്ച് ഉപ്പിലിടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചേർത്തുകൊണ്ട് വരട്ടെ. സൂപ്പർമാൻ വന്നു പിടിക്കാൻ കള്ളമ്മന്നെ. ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് പറിക്കാണ്. ഇല്ല നട ഉടമ്പാണ് ഫ്രണ്ട്സ്. സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ പണി കിട്ടിയതല്ലേ. ഉടമ്പിനെ കണ്ടുകൊണ്ടാണ് ഗായ്സ് ഞാൻ ഇങ്ങനെ നിക്കണേ. നിങ്ങൾ കണ്ടോ ഗായ്സ് ഉടമ്പിനെ? ഞാൻ കഷ്ടപ്പെട്ട് ഓൺലൈനായിട്ട് പഠിക്കാണ്. അങ്ങനെ ഇച്ചിരി വേണമെന്ന് വേണമെങ്കിൽ ഫ്രണ്ട്സ്. കണ്ടോ അവൻ പുളിയുള്ളത് കഴിക്കുന്നത്? അവന് പുളിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുളിയല്ല, എനിക്ക് എരിവാണ്, മധുരമാണ് ഇഷ്ടം. ഇച്ചിരി ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല ഫ്രണ്ട്സ്. അവന് വാങ്ങുന്നത് കൂടെ ഞാനാണ് അകത്താക്കുന്നത് ഗായ്സ്. ഒരു സ്റ്റാർ ഫ്രൂട്ട് എനിക്ക് ഒരു പണി തന്നല്ലോ. ആ ഷീറ്റിന്റെ പുറത്താണ് വന്നു വിടുന്നത്. അതിന് തള്ളിയിടാൻ കുറച്ച് സമയം എടുത്തു. അതാ ഉടനെ എന്നെ കാണാതെ ഒളിച്ചിരിക്കണു. അതിന് കൂടെ തള്ളിയിടുന്നത് തന്നെ കാര്യം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സ്റ്റാർ ഫ്രൂട്ട്. അങ്ങനെ അതും വീഴുന്നു. അടുത്ത് നമുക്ക് അപ്പുറത്തെ സൈഡില് പേരയ്ക്ക പറിക്കാൻ പോവാ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പേരയ്ക്കാണ്. ഇതിന്റെ നല്ല റെഡ് കളറാണ് ഫ്രണ്ട്സ്. ഞാൻ വെച്ച് ഒറ്റയ്ക്കല്ല, അച്ഛനും അമ്മയും ഞങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ ആരും ഒറ്റയ്ക്ക് ടെറസിലേടി ഒന്നും ചെയ്യല്ലേ. എപ്പോഴും മുതിർന്നവരായെങ്കിലും കൂടെ വേണം. കുട്ടികൾ ടെറസിൽ എത്തി വലിക്കാൻ പാടില്ല. വളരെ സൂക്ഷിക്കണം. കണ്ടോ ഗായ്സ്, പേരയ്ക്കൊക്കെ വീഴണത്. ആ ഒന്നെന്റെ കയ്യിൽ കിട്ടിയല്ലോ. ഇച്ചിവിടെ കട്ട വെയിറ്റിംഗ് ആണ്. ഇത് അവന്റെ വയൽ തന്നെ. പേരയ്ക്ക കിട്ടിയോണ്ട് ഇച്ചു ഹാപ്പിയായി. മാർക്കറ്റിൽ കിട്ടുന്ന വിഷമായ ഫ്രൂട്ട്സിന് കാറ്റിയും എത്രയും നല്ലത് നമ്മളെ വീട്ടിലുള്ള പേരയ്ക്ക. ഒരു കെമിക്കലിനെ നമുക്ക് പേടിക്കാതെ കഴിക്കാം. സൂപ്പർ ഹെൽത്തിയും ആണ്. ഇവിടെ പേരയ്ക്ക മാത്രമല്ല, ഇവിടെ സപ്പോട്ടയും ഉണ്ട്. പിന്നെ ആനമുന്തിരിയുണ്ട്. ആനമുന്തിരിയിൽ അടുത്തൊരു പേരമരമുണ്ട്. അതിൽ കായ്ക്കുന്നത് വലിയ പേരയ്ക്ക. ഇത് കണ്ടോ ഗായ്സ്, ഇതാണ് ഞാവൽ മരം. ഇതിന്റെ ഫ്രൂട്ടൊക്കെ നല്ല പർപ്പിൾ കളറാണ്. കണ്ടോ ഒരു പാഷൻ ഫ്രൂട്ട് വീണ് കിടക്കണ. ഇതിന്റെ വള്ളിയെ കണ്ടോ, വലിയ മരത്തിൽ പറന്ന് കിടക്കണ. താഴെ ഒന്ന് രണ്ടാക്കി കാണും. നമുക്ക് പോയി നോക്കാമോ? അവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഗായ്സ്. ഇച്ചന്നെ ഇടയ്ക്ക് കോഴിക്കൊണ്ട് മുട്ട ഉണ്ടാന്ന് നോക്കണം. അവന്റെ കാര്യം കോമഡിയല്ലേ. ഞാനും ഉച്ചയും കൂടെ അവിടെ കിടക്കുന്ന പാഷൻ ഫ്രൂട്ടൊക്കെ വാരി. അവിടെ 5-6 ഉണ്ടായിരുന്നു. ഇത് ജ്യൂസ് അടിച്ചു കുടിക്കാനാണ് പൊളി ടേസ്റ്റ്. ഇച്ചൂടല്ലാതെ ഇത് പൊട്ടിച്ചഴിക്കാനാണ് ഇഷ്ടം. ഇത് കണ്ടോ ഗായ്സ്, ഒരു ചെറിയ സ്റ്റാർ ഫ്രൂട്ടിന്റെ വേടമരം. ഇതിനും സ്റ്റാർ ഫ്രൂട്ടൊക്കെ കായ്ക്കും. അടുത്ത് നമുക്ക് റംബൂട്ടാൻ മരം കാണാം ഗായ്സ്. നിങ്ങൾക്കറിയാമോ, ഇത് ആദ്യമായിട്ടാണ് കായ്ച്ചത്. കണ്ടോ ഗ്രീൻ കളറിന്റെ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഇത് റെഡ് കളറാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വരൂ, നമുക്ക് മുകളിൽ നിന്നും തള്ളിയിട്ട് പേരയ്ക്കൊക്കെ പടക്കാം. രണ്ടെണ്ണം നെറ്റിൽ കൂടി കുടുങ്ങി കിടക്കണേ. അതൊക്കെ അച്ഛനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇച്ച് താഴെ കിടക്കണ പടക്കി എടുത്തോണ്ടിരുന്നത്. നമ്മളെ ഹെൽത്തിന് ഏറ്റവും നല്ല ഫ്രൂട്ടാണ് പേരയ്ക്ക. കണ്ടു പോയി പേരയ്ക്കൊക്കെ കഴുകി എടുത്ത് കഴിക്കണേ. അങ്ങനെ പേരയ്ക്കൊക്കെ എടുത്തിട്ട് അടുത്ത് സ്റ്റാർ ഫ്രൂട്ട് പടയ്ക്കാൻ പോയി. സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിടാനുള്ളതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ നമുക്ക് അത്ര ഒന്നും കിട്ടിയില്ല ഗായ്സ്. എല്ലാ തത്ത വന്ന് തിന്നുകൊണ്ട് പോയി. കിട്ടിയെന്ന് വച്ച് നിങ്ങളെ നാവിൽ വെള്ളം ഊടണ ഒരൈറ്റം ഞാൻ കാണിച്ചു തരുമല്ലോ. കുറച്ച് വെയിറ്റ് ചെയ്യണേ അതിന്. നിങ്ങൾ കണ്ടോ ഗായ്സ്, ഞാൻ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുനിന്ന് പഠിച്ച ഫ്രൂട്ട്സുകളെ കണ്ടോ? ഇത് ഒരുപാടില്ലേ. സ്റ്റാർ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, പിന്നെ പേരയ്ക്ക കൊതിയനെ കണ്ടോ? ഇത് എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിലാണ് ഗ്രാമ്പു കായ്ക്കുന്നത്. നമ്മളെ മസാലയുള്ള ഗ്രാമ്പ് അത് കായ്ക്കുന്ന ട്രീയാണ് അത്. ഇതാണ് നമ്മളെ മുകളിൽ നിന്ന് കണ്ട സപ്പോട്ട മരം. ഇത് നിറയെ കായ്ക്കും. ഷെയ്ക്കടിക്കാൻ സൂപ്പറാണ്. പേരയ്ക്ക കൊതിയനെ കണ്ടോ? ഇത് എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിലാണ് ഗ്രാമ്പു കായ്ക്കുന്നത്. നമ്മളെ മസാലയുള്ള ഗ്രാമ്പ് അത് കായ്ക്കുന്ന ട്രീയാണ് അത്. ഇതാണ് നമ്മളെ മുകളിൽ നിന്ന് കണ്ട സപ്പോട്ട മരം. ഇത് നിറയെ കായ്ക്കും. ഷെയ്ക്കടിക്കാൻ സൂപ്പറാണ്. പറഞ്ഞില്ലേ ഈ പേരയ്ക്കയുടെ അടുത്ത് റെഡ് കളറാണെന്ന്. കണ്ടോ? അകത്ത് റെഡ് കളറ് നല്ല മധുരമാണ്. യമ്മി, സൂപ്പർ ടേസ്റ്റ്. പേരയ്ക്ക കഴിച്ചിട്ട് സ്റ്റാർ ഫ്രൂട്ട് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാമേ. സിമ്പിൾ ഒരു ഐറ്റമാണ്. കുക്കൊന്നും ചെയ്യണ്ട. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും വെച്ച് അങ്ങനെ കണ്ണടച്ചു പിടിച്ച് കഴിക്കണ ഗായ്. പുളിയും ഉപ്പും എരിവും. എൻ്റെ പാല് വെള്ളം വേണം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം. മാങ്ങയും പേരയ്ക്കൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട്, പക്ഷേ ഇത് അതിന് കാട്ടിയും വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. രണ്ടാമത്തെ പീസ് അയച്ചുകൊണ്ട് പണി കിട്ടി ഗായ്സ്. മുളക് പൊടി കൂടി പോയേ, സൂക്ഷിച്ചിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.